UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. വിവിധ കാരണങ്ങളാൽ ചൂഷണം അനുഭവിക്കുന്ന അനധികൃത തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് മസ്കറ്റിലെ പ്രവാസി തൊഴിലാളികൾക്ക് നിയമവിധേയമായി അവസരം ലഭിക്കുന്ന ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റ് ഉടൻ നിലവിൽ വരുന്നു. ഒട്ടനവധി പ്രവാസികൾക്ക് ഈ നിയമം ഒരു ആശ്രയമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസി ലോകം നമുക്കിവിടെ ആരംഭിക്കാം. മനുഷ്യക്കടത്തിരകളെ സഹായിക്കാനായി ദുബായ് പോലീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഇരകൾക്ക് പോലീസുമായി നേരിട്ട് ബന്ധപ്പെടാനും സഹായം ആവശ്യപ്പെടാനും കഴിയുന്ന വിധത്തിലാണ് ആപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. സഹായം ആവശ്യമുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങളും ID നമ്പറും ഇമെയിൽ വിലാസവും ആപ്പിൽ രേഖപ്പെടുത്തണം. ഇതിനു പുറമെ htcc@dubaipolice.gov.ae എന്ന ഇമെയിൽ വിലാസത്തിലും 800505 എന്ന ഹോട്ട്ലൈൻ നമ്പറിലും പരാതി നൽകാം. കടങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും കരകയറണമെന്ന ആഗ്രഹത്തോടെയാണ് കൊല്ലം നൂറനാട് സ്വദേശികളായ ഷാനവാസും ഭാര്യ സെലീനയും 4 മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലേക്ക് പോയത്. ഒരു വീട്ടിൽ ഒരു സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടി എന്നതൊഴിച്ചാൽ അവരെ കാത്തിരുന്നത് മൊത്തം നിർഭാഗ്യങ്ങളായിരുന്നു. ഷാനവാസിനും സെലീനയ്ക്കും എന്താണ് പറ്റിയതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഇവിടെ എന്ത് ജോലിയായിരുന്നു? ഇവിടെ കടയില് എന്തെങ്കിലും കടയില് പൊറോട്ട അടിക്കാനോ ബിരിയാണിയോ. ഭർത്താവ്? നിങ്ങള് സെലീനയുടെ അമ്മയാണ്? ഭാര്യ നിങ്ങളെ മോൾക്ക് ജോലി ഉണ്ടോ? ഒന്നും ഉണ്ടായിരുന്നില്ല. ആരാ കൊണ്ടുപോയത്? അടുത്തൊരു പെണ്ണ് പറഞ്ഞു ഇതുപോലെ നല്ലൊരു ഫാമിലി വിസ ഉണ്ട്, പോകാം. അറബിയുടെ വീട്ടിലാ? അറബിയുടെ വീട്ടിൽ നല്ല വിസ നല്ലതാണെന്നും പറഞ്ഞു ഇങ്ങനെ ഏജന്റുമായി. ഏജന്റ് തിരൂരാണ് പറയുന്നത്, പിന്നെ മഞ്ചേരിയിലാണ് പറയുന്നത്. ഈ കൊണ്ടുപോയ ഏജന്റ് അയാളുടെ പേര് മുഹമ്മദ് എന്നാ, നമ്പരും ഒക്കെ ഉണ്ട്. മുഹമ്മദ് കുറേ ഉണ്ട്, അതേ അറിയത്തുള്ളൂ. അങ്ങനെ അതാ മഞ്ചേരിയാന്ന് പറയുന്നത്, തിരൂരാന്ന് പറയുന്നത്. ഇട്ടിട്ടില്ല. അന്നേരം ഇതുപോലെ അങ്ങേർക്ക് പിന്നെ സ്വസ്ഥത ഇവർക്ക് കൊടുക്കത്തില്ല. നല്ല വിസയ പെട്ടെന്ന് വരണം, പെട്ടെന്ന് വരാം. അങ്ങനെയാണ്, ഒരു പൈസ വീട്ടിലില്ല. അങ്ങനെ എങ്ങനെങ്കിലും നിങ്ങൾ വാ, നല്ല ജോലി, ഫാമിലി വിസയ, നല്ല ശമ്പളം ഉണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെ കയറ്റി കൊണ്ടുപോയി. ഇവർ എല്ലാവരുടെയും പൈസ ഒക്കെ വാങ്ങിച്ച് എനിക്ക് ഒത്തിരി പേരുടെ സ്വർണ്ണമൊക്കെ കടം മേടിച്ച് 2 ലക്ഷത്തിന് വെച്ചിട്ട് 50,000 രൂപ പെട്ടെന്ന് വിസ പാസ്പോർട്ട് എടുക്കാനെ കൊണ്ട് എമർജൻസി ആയിട്ട് അതിന് 2 ലക്ഷത്തിന് പണയം വെച്ച് അങ്ങോട്ട് 1.5 ലക്ഷം കൊടുത്തു. ഇങ്ങനെ കൊണ്ടുപോയി കൊച്ചി കൊണ്ടുപോയി 15 ദിവസം അവിടെ ഇട്ടിരുന്നു. ഇന്ന് വിടാം, നാളെ വിടാം, ഇന്ന് വിടാമെന്നും പറഞ്ഞു. അങ്ങനെ വിട്ട് 17-ാമത്തെ ദിവസം കയറ്റി വിട്ടു. ആദ്യത്തെ ദിവസം ഒരു വീട്ടിൽ പോയി 10-20 ദിവസം അവിടെ താമസിച്ചു. പിന്നെ അവിടുന്ന് വേറൊരു വീട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് മോളെ അതിക്രമമായിട്ട് മേലുപദ്രവിക്കുകയും അവിടെ പോയി ഷുഗർ കൂടി, പ്രഷർ കൂടി, 550 ഷുഗർ. ആശുപത്രി കൊണ്ടുപോയിട്ടില്ല. അവിടുന്ന് തല ഇറങ്ങി താഴെ വീണു. അവരവിടുന്ന് അടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടിട്ടു. ഷാനിവാസം ഉണ്ട്. അങ്ങനെ കയറിപ്പോകാൻ പറ്റത്തില്ലല്ലോ ആ വീട്ടിലോട്ട്. ഒരു വീട്ടിലാണ്. അപ്പോൾ ഈ അലർച്ച കേട്ടുകൊണ്ട് ഷാനിവാസ് പുറത്തുകൂടെ പോയപ്പോൾ അങ്ങനെയും അടിച്ചു. അങ്ങനെ അടിച്ച് പിന്നെ ആശുപത്രി കൊണ്ട് 550 ഷുഗർ പറഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് നാട്ടിൽ കയറ്റി വിടാൻ. അപ്പോൾ ഇവിടെ വന്ന് അറബിയോട് പറഞ്ഞു എന്നെ കയറ്റി വിടത്തില്ല, ചത്താലും നിന്നെ ഈ നാട്ടിൽ നിന്ന് കയറ്റി വിടത്തില്ല, ഇവിടെ കുഴിച്ചു മൂടുവാണ്. അങ്ങനെ ഒരു കട്ടാവില്ല. എല്ലാവരും അങ്ങ് മരിക്കാറായി. അപ്പോൾ ഇത് കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുക. അപ്പം ഞാൻ ഈ വിട്ട അണ്ണോടെ വിളിച്ച് അച്ഛൻ പറഞ്ഞു ഇതുപോലെ ഈ കുഞ്ഞിന് മോക്ക് ഷുഗർ കൂടുതലാണ്, വയ്യാഴിയാടോ, ഭയങ്കര പീഡനവും അടിക്കും മേലുപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കയറ്റി വിടാം, സലീനയെ കയറ്റി വിടാം, 3 മാസത്തിനകം കയറ്റി വിടാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചാലും കയറ്റി വിടാമെന്ന് പറയുമല്ലാതെ അങ്ങോട്ട് യാതൊരു. അപ്പം ഒരു അറിയിപ്പ് കിട്ടും, ആ വിസ വിസ അല്ല വേറെ വിസയിലാണ് കയറ്റി വിട്ടതെന്ന് ഞാൻ അറിഞ്ഞു. ഈ കൊച്ചിൻ്റെ അടുത്ത് ഇതുപോലെ പരാതി പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞപ്പം പറഞ്ഞു ആ വിസയിലല്ല വിട്ടത്, വേറൊരു വിസയിലാണ് വിട്ടത്. പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടില്ല. എവിടെയും പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ അവര് ഒന്നും പറയുന്നില്ല ഈ മുഹമ്മദും കൂട്ടരും മഞ്ചേരിക്കാര്? ഇപ്പൊ വിളിച്ചാലും പറയും അത് കയറ്റി വിടാന്ന് പറയും. എല്ലാവരും വിളിച്ചാൽ ഫോണൊക്കെ എടുക്കും, ചിലപ്പോ സ്വിച്ച് ഓഫ് ആക്കും. ഇവര് സൗദി അറേബ്യയിൽ എവിടെയാന്ന് അറിയോ? അർജയിലാണ് പോലുള്ളത്.
ശമ്പളം കൊടുക്കത്തില്ല. 2 മാസം ശമ്പളം കൊടുത്ത് 15,000 മാസം വീട്ടിലയച്ചു. അങ്ങനെ പിന്നെ ഈ 2 മാസം ശമ്പളം കൊടുത്തിട്ട് അവർക്കും ചിലവിനൊന്നുമില്ല, വീട്ടിലും ഒന്നും അയക്കാൻ നിർത്തിയില്ലാതിരിക്കുക. ഇങ്ങനെ വിഷമിച്ച് പറയുമ്പോൾ അവിടെ ശമ്പളം ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, ഉടനെ അവിടെ മേലെ ഉത്തരവിക്കും. എന്താണ് പറയേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് ആലോചിച്ചിരുന്നത്. എൻ്റെ ആലോചന പോയത് നിരാലംബരായ ഒരു ആളെയും ആശ്രയിക്കാൻ നിശ്ചയമില്ലാത്ത മനുഷ്യർ എന്തു ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ചത്. ഈ 2 മക്കള് ആരെയും പരിചയമില്ല. അവർക്ക് MP-യെയോ MLA-യോ അല്ലെങ്കിൽ നാട് ഭരിക്കുന്നവരെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ആരോട് പരാതി പറയണമെന്ന് പോലും നിശ്ചയമില്ലാത്ത 2 മക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അവരുടെ മുത്തശ്ശിയുമാണ്. ഈ പോയ മനുഷ്യർക്കും ആരെ സമീപിക്കണം എന്ന് നിശ്ചയമില്ലാത്ത, ആരാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നം. അങ്ങനെയാണ് ഈ അപേക്ഷ എഴുതാൻ ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്നത്. റഫീഖിനെ കൊണ്ട് എഴുതിക്കുക എന്ന് പറഞ്ഞത് ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ പണിയല്ല, പക്ഷെ അദ്ദേഹം ഒരുപാട് പണികൾ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിന് പുറത്ത്, ഈ ചാനലിന് പുറത്ത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് പുറത്ത് നിരവധി ജോലി ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ള മനുഷ്യർ ഞങ്ങളടുത്ത് തന്നെയാണ് വരാറ്. അപ്പോൾ ഞങ്ങൾ വക്കീലന്മാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഗൾഫ് പ്രദേശത്തുള്ള ആളുകളെ ഏൽപ്പിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ സൗദി അറേബ്യയിൽ ഇത്തരത്തിലുള്ള ഒരു കേസല്ല, 100 കണക്കിന് കേസാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ നിയമസഭയിൽ ഇതിനെക്കുറിച്ചുള്ള വലിയ ഒരു ഉപക്ഷേപം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മൈഗ്രേഷനും വീട്ടുവേലയും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രശ്നങ്ങൾ അതിഗുരുതരമായി വന്നിരിക്കുകയാണ്. 60ഓളം കേസുകൾ തന്നെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട സഹോദരന്മാരുടെ ഒക്കെ തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിലാരാണ് നടപടിയെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: വിദേശകാര്യ വകുപ്പ് എന്ന് തന്നെയാണ്. ആ വിദേശകാര്യ വകുപ്പും എംബസിയും, അവരുടെ കീഴിലുള്ള എംബസിയുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദികളും അതുപോലെ പരാതികൾ നൽകേണ്ടവരുമായിട്ടുള്ള കക്ഷികൾ എന്നുള്ളതാണ്. പക്ഷേ അവരോട് പറഞ്ഞിട്ടൊക്കെ എത്ര ഫലമുണ്ടെന്ന് കഴിഞ്ഞ 16 വർഷമായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ കാണും. ചിലതൊക്കെ നടക്കുന്നുണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള വഞ്ചിക്കപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ വഞ്ചിക്കപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരും തോറും ഇതിനുള്ള പരിഹാരത്തിനുള്ള നടപടികൾക്കും വേഗത കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 മക്കൾ, ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ 9 പഠിക്കുന്നു. ഇവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഉന്നതി ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ 2 പേരും കൂടി പോകും. ഈ 2 പേരും അപകടകരമായൊരു നിലയിലാണ് കഴിയുന്നത് എന്ന് പറയുമ്പോൾ, ഈ കൊണ്ടുപോകുന്ന ആളുകളെക്കുറിച്ച് ഞങ്ങൾ നിരവധി തവണ ഈ ഭക്തിയിലൂടെ പരാതിപ്പെട്ടിരുന്നു. ഇവരൊരു പ്രത്യേകതരം റാക്കറ്റുകളായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ മൈഗ്രേഷനെ മറികടക്കാനും അതുപോലെ അറബികൾ നടത്തുന്ന മനുഷ്യ കടത്തുകൾക്ക് അനുകൂലമായി ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായുള്ളത്. പോലീസ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനൊരു NRI സെല്ലുണ്ട് കേരളത്തിൽ. ഇവരുടെ ശ്രദ്ധയിൽ നിരവധി തവണ ഈ ഭക്തിയിലൂടെ ഞങ്ങൾ കൊണ്ടുവന്നതുണ്ട്. പല കേസുകളും അവരോട് നേരിട്ട് പറഞ്ഞതുണ്ട്. അവർ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഏജന്റുമാരുടെ തട്ടിപ്പുകൾ നിർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇവരും അറബികളും അവിടുത്തെ അറബി സ്പോൺസർമാരും ചേർന്ന് നടത്തുന്ന ഒരു കച്ചവടമാണിത്. ഈ കച്ചവടത്തിൽ സാധാരണ മലയാളികൾ മാത്രമൊന്നുമല്ല,
അറബികളും ഈ റാക്കറ്റിലുണ്ട് എന്ന് പറയാൻ എനിക്ക് യാതൊരു ശങ്കയില്ല. അറബികളടങ്ങുന്ന റാക്കറ്റ് തന്നെയാണ് ഏത് കാലത്തും വിസക്കച്ചവടത്തിൻ്റെ മൂലക്കല്ലായി നിന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് അറബികൾ തന്നെയായിരുന്നു ഈ കച്ചവടത്തിൻ്റെ പ്രധാനികളായിട്ട് നിന്നതെങ്കിൽ അവർക്ക് ഓശാന പാടുന്ന നിരവധി ഗൂഢസംഘങ്ങൾ ഇന്ത്യയിൽ ഒട്ടനവധി കാലം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഇവരെ നിലക്ക് നിർത്തുന്ന ഒരു നിയമവും വിദേശകാര്യ വകുപ്പ് കൊണ്ടുവന്നില്ല ഈ കാലം അത്രയും. നമ്മളെ MP-മാർ പ്രധാനമായിട്ട് പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട പ്രശ്നം ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഏജൻറ്റുമാരെ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളെ നിലക്ക് നിർത്തുന്നതിനുള്ള ഒരു നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ MP-മാർ ശ്രമിക്കണം എന്നുള്ളതാണ് അവരുടെ ചുമതല കൂടിയാണ്. പലപ്പോഴും പല MP-മാരുടെയും നേരിട്ട് കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, അവരെത്ര കണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടിപ്പോൾ നമ്മളൊക്കെ ഇതിൽ ഒരു നിരന്തരമായിട്ട് ഇടപെടുന്ന ആളുകളായതുകൊണ്ട് പല MLA MP-മാരും അങ്ങനെ പഠിച്ചവരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ വേണ്ടത്ര ഈ പ്രശ്നം ഉന്നയിച്ചോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. കൂടാതെ പ്രവാസ ലോകം പ്രവർത്തകർ സൗദി അറേബ്യയിലുള്ള ആളുകൾ ഈ കുടുംബത്തിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഏർപ്പെടണം. അവരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ മക്കളുടെ വിദ്യാഭ്യാസം തന്നെ നിലച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. കൂലിപ്പണിക്കാരനായിരുന്നു ഷാനവാസ്. ഈ കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് ഞാൻ ചോദിച്ചില്ല. അത് ചോദിക്കേണ്ട ഉള്ള ഒരു കെൽപ്പിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു മാതാപിതാക്കൾ ഒരുമിച്ച് ഒരു ജോലിക്ക് വേണ്ടി പോവുക, ചതിക്കപ്പെടുക, മക്കൾ നിരാലംബരായിട്ട് എൻ്റെ മുന്നിൽ വന്നിരിക്കുക, പഠിക്കണമെന്ന ആഗ്രഹമുള്ള കുട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ വിദ്യാഭ്യാസം നിൽക്കരുത് എന്ന് പ്രവാസ ലോകം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഉണ്ണിമായ എന്ന് പറയുന്ന കുട്ടി. ഒരു കാലത്ത് ഇതുപോലെ പ്രവാസ ലോകത്തിൽ വന്ന കുട്ടിയാണ് ഉണ്ണിമായ. പ്രവാസ ലോകം അവരെ ദത്തെടുക്കുന്ന പോലെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഇന്ന് എൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് ഈ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുകയാണ് ഉണ്ണിമായ. അതുപോലെ ഈ കുട്ടികളും നമ്മളടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രവാസ ലോകം ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ്. നിങ്ങൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ പോണ പൈസ ഉണ്ടല്ലോ, ഇങ്ങനെ എറിഞ്ഞ് പോണ ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, പുതിയ പുതിയ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്. കുഴൽ മന്തി തൊട്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ കഴിക്കേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ പങ്ക് ഈ മക്കൾ കൊടുത്താൽ അവർ ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെട്ടു പോകും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സഹായങ്ങൾ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിനെ നാട്ടിലെത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പറയാനുള്ളത്? രണ്ടാൾക്കും പറയാം. എത്രയും പെട്ടെന്ന് എൻ്റെ ഉമ്മായും വാപ്പായും നാട്ടിലെത്തണം. ആ ശരി. കൊട്ടാരക്കര സ്വദേശി ഷീജ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും വിട്ട് സൗദിയിലെ ദമാമിലേക്ക് വീട്ടുജോലിക്കായി പോയത് കഴിഞ്ഞ 5 മാസം മുൻപായിരുന്നു. പതിവ് പോലെ ഷീജയും സ്പോൺസറിന്റെ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ഇന്ന് ഷീജയുടെ ഭർത്താവും 2 മക്കളും പൊതുപ്രവർത്തകനായ ലാലച്ചനും നമ്മോടൊപ്പമുണ്ട്. കൊണ്ടുപോയത് ചക്കുവരിക്കുള്ള ഒരു സ്ത്രീയായ കൊണ്ടുപോയതാരാ? കൊണ്ടുപോയത് ഇവിടെ തിരുവനന്തപുരത്തുള്ളവരാ. അവർ വരുന്ന അവർക്കുള്ള പേര് പിന്നെ മുഹമ്മദ് ബഷീർ എന്ന് പറയും. മുഹമ്മദ് ബഷീർ. വള്ളക്കടവിലാണ് അവർക്കുള്ള പ്രസ്ഥാനം. അവരുടെ ഓഫീസ് വള്ളക്കടവിലാണ്. ഇരട്ടകളാ, 2 പേരുണ്ട്. ഒരാളങ്ങാന്നാ പറഞ്ഞത്. ഒരാൾ അപ്പുറം ഒരാൾ ഇപ്പുറം. എത്ര രൂപ കൊടുത്തു? ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് മെഡിക്കൽ ചെലവും പ്ലെയിൻ ടിക്കറ്റ് അല്ല പ്ലെയിനിൽ കയറാൻ പോയുള്ള വണ്ടിക്കൂലി കാര്യങ്ങളും മറ്റുള്ള ചിലവുകളായിട്ടുണ്ട്. കരാറില്ല? ഇല്ല, കരാറൊന്നുമില്ല. ഇല്ല. 2 വർഷത്തേക്കാ ഇതിനെ കൊണ്ടുപോയത്. അപ്പം അവിടെ ചെന്നപ്പം ഇതിന് വലിയ ഒരാഴ്ച കഴിഞ്ഞാൽ എന്നെ ഇവിടെ വിളിക്കുന്നത് പോയിട്ട്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പെണ്ണുങ്ങൾ ഉപദ്രവമുണ്ട്, ഒരു സമയം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ല എപ്പോഴും ജോലിയാണ്.
അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഞാൻ ഏർപ്പാട് ചെയ്യാം. ഞാൻ അങ്ങനെ ഈ പെണ്ണുമ്പിള്ള അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് നീ ഒന്നും അറിയത്തില്ല, എനിക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവർ ഈ 5000 50,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഈ 5000 ഈ ചക്കൂരിക്കുള്ളവർ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ ഈ 5000 മറ്റവർ പിന്നെ എത്ര വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്നെ വിളിക്കുന്ന 1 മാസം കഴിഞ്ഞ വിളിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ പീഡനമൊക്കെയാണ്. നമ്മുടെ നിന്നല്ല, ഈ 5000 നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ ആലോചനമായിട്ട് ഏർപ്പെട്ട് SP കൊട്ടാരക്കര SP പരാതി കൊടുത്തു. SP കുന്നിക്കോട് സ്റ്റേഷനിലേക്ക് കൊടുത്തു. അങ്ങനെ കഴിഞ്ഞ 14-ാം തീയതി ഈ 5000 അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത 14-ാം തീയതിക്ക് ഞാൻ കയറ്റി വിടാമെന്ന് പറഞ്ഞാണ് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് പോയേക്കുന്നത്. അടുത്ത മാസം 14-ാം തീയതി കയറ്റി വിടാം, അതിനിപ്പുറം വെച്ച് കയറ്റി വിടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇപ്പം ശമ്പളമില്ല, ആദ്യത്തെ ഒരു ശമ്പളം വന്നതേ ഉള്ളൂ. അത് 2 ട്രിപ്പായിട്ട് ആ ശമ്പളം അയച്ചത്. അപ്പം അറബി പറയുന്നത് നീ നാട്ടിൽ പോവില്ലയോ, നിനക്ക് എന്തിനാ പൈസ, നീ എനിക്ക് 1 വർഷം നിന്ന് ജോലി ചെയ്ത മറ്റന്മാർ വാങ്ങിച്ച പൈസ എന്നിട്ട് പോയാൽ മതിയോ. ഇവർ അറബി പറഞ്ഞു തന്നു. പിന്നെ ഇവർ പൈസ തരുവാതെ നിന്നെ നാളെ വേണമെങ്കിലും കയറ്റി വിടാം. അങ്ങനെ ഇരിക്കുക. പിന്നെ ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല. മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട്, അവർ സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് പോയേക്കാം. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട കേസുകളിൽ 80% സ്ത്രീകളെ കൊണ്ടുപോയി കള്ളക്കടത്ത് പോലെ മനുഷ്യക്കടത്ത് കടത്തി പീഡിപ്പിക്കുന്ന സംഭവങ്ങളാണ്. വളരെ ദാരുണമായ കഥകളാണ് അറേബ്യയിൽ നിന്ന് ഇത്തരത്തിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന കേസുകളിൽ ബഹുഭൂരിപക്ഷവും ഇത്തരത്തിൽ അവിടെ ചെന്ന് ജയിലിലകപ്പെട്ട പോലെ കഴിയുന്ന സഹോദരിമാരുടെ കഥകളാണ് അവരുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളോട് വന്ന് പറയുന്നത്. എത്ര മക്കളാണുള്ളത്? ഈ 2 പേരാണ് നമ്മളെ മുന്നിലിരിക്കുന്ന 2 മക്കളാണ്. ഈ മക്കളുടെ ഭർത്താവിൻ്റെ ഒക്കെ കാലിന് സ്വാധീനമില്ലാത്ത ആർക്ക്? ഭർത്താവിന് സരിക്ക്. പിന്നെ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കാലിന് സ്വാധീനമില്ലാത്ത കാരണം ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. 2 മക്കളാണ്, ചെറിയ മക്കൾ നമ്മളെ മുന്നിലിരിക്കുന്നത്, പഠിക്കുന്നവരാണ്. എത്രല്ല പഠിക്കുന്നുണ്ട്? 6. ഇതാണ് ഇവരുടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത്. എന്താ അവരോടൊക്കെ പറയാൻ നമ്മള്? സ്വന്തം ജീവിതവും കുടുംബവും രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന ഹതഭാഗ്യരായ മനുഷ്യരുടെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയിലെ പ്രവാസലോകം പ്രവർത്തകർ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. എന്തായാലും ഈ 14-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം നൽകിയ വാക്ക് പാലിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പ്രവാസലോകം പ്രവർത്തകർ സൗദി അറേബ്യയിൽ ഒരു അന്വേഷണം കൂടി നടത്തുന്നത് നന്നായിരിക്കും. 14-ാം തീയതി തന്നെ അവർ നാട്ടിലെത്തുമെന്ന് ഉറപ്പുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ തിരിച്ചയക്കാം. അമ്മയെ പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് അടിമപ്പണിക്ക് തുല്യമാണ് സൗദിയിലെ വീട്ടുതൊഴിലാളികളുടെ അവസ്ഥ. ഷീജയുടെ മോചനം എങ്ങനെ സാധിക്കുമെന്ന ആശങ്കയിലാണ് ഞങ്ങൾ. ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.